കേരളത്തിലെ കോൺഗ്രസ് ഇനി നന്നാകും, അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോൾ ഇന്നലത്തെ സംഭവത്തോടു കൂടി അത് തെളിഞ്ഞു കഴിഞ്ഞു. അവിടുന്ന് വെള്ളം പോയി ഉയർന്നു, വെള്ളപ്പുക ഉയർന്നു കഴിഞ്ഞു. എനിക്കൊന്ന് കറുത്ത പുകയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു തീരുമാനമില്ലാത്ത ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ സണ്ണി ജോസഫിനെ വലിച്ചുകൊണ്ട് വരുന്നത്? ഇയാൾ ആര്? കോൺഗ്രസ് എന്താ നേടിയിട്ടുള്ളത്? രണ്ട് തവണ MLA ആയിട്ടുണ്ടെന്നുള്ളതോ പേരാവൂരിൽ നിന്ന്? അതാണോ ക്വാളിഫിക്കേഷൻ? പുള്ളി എന്താ ചെയ്തിട്ടുള്ളത്? ആരുടെയെങ്കിലും ബിഷപ്പുമാരുടെ നോമിനിയായിട്ട് വരുന്നവർക്കാണ് ഇവിടെ സ്ഥാനം കൊടുക്കുന്നത്. ഇതെന്താ പള്ളിയോ? കോൺഗ്രസ് സമുദായ സമവാക്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെന്താ പള്ളിയോ സഭയോ? ഇതെന്താ ഇത്? എന്താ കാട്ടിക്കൂട്ടുന്നത് എന്നറിയുന്നില്ല. സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിലൊരു ചതിയുണ്ട്, വലിയൊരു ചതിയുണ്ട് കേട്ടോ. അതാണ് സഹിക്കാൻ പറ്റുന്നത്. അതായത് പണ്ട് ജൂലിയസ് സീസറിനെ വധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മമിത്രങ്ങളായിരുന്നു ബ്രൂട്ടസ് എന്ന് പറയുന്ന ആൾ. ആത്മമിത്രമായിരുന്നു. അപ്പോൾ ഒരിക്കലും തന്നെ ചതിക്കും ഇയാളെന്ന് വിചാരിച്ചില്ല. പക്ഷേ അദ്ദേഹം വിജയം കൊയ്തുകൊണ്ട് തലയിൽ കിരീടം വെച്ചിട്ടില്ല. അപ്പോഴും അദ്ദേഹം കിരീടം വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ആളാണ് ജൂലിയസ് സീസർ. അധികാരത്തിൻ്റെ ഒരു ചിഹ്നമാണല്ലോ. നമുക്ക് മൂന്നും കൂടി ഒരുമിച്ച് ഭരിക്കാമെന്ന് പറഞ്ഞ ട്രൈംവറേറ്റ്സ് നമ്മൾ ത്രിമൂർത്തികളായിട്ട് ഭരിച്ചതിൽ ഒരാളാണ് മാർക്ക് ആൻ്റണി, ഒരാൾ, ഈ കൂടെ പറഞ്ഞ ബ്രൂട്ടസ് ഒരാൾ. അങ്ങനെ 3 പേര് ചേർന്ന് ഭരിക്കുക. നമ്മൾ 3. പക്ഷേ ഏറ്റവും കൂടുതൽ യുദ്ധം ജയിച്ചിട്ടുള്ളത് ജൂലിയസ് സീസറാണ്. അങ്ങനെ ഒരു യുദ്ധം കൂടി ജയിച്ചിട്ട് അദ്ദേഹം റോമിലേക്ക് വരുമ്പോൾ, ഇന്നിപ്പോൾ പോപ്പിൻ്റെ ആസ്ഥാനമാണ് റോം, അന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം. ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ റോമൻ ചത്വരം അവിടെ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തെന്നറിയും? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ബ്രൂട്ടസ് അദ്ദേഹത്തെ 3 തവണ കുത്തി കൊന്നു. എന്നിട്ട് അവിടെ വെച്ച് ചത്വരത്തിലൊരു പ്രസംഗം നടത്തി. എന്തിനാണ് ഇദ്ദേഹത്തെ കൊന്നത്? ഇദ്ദേഹം സ്വേച്ഛാധികാരിയായിരുന്നു എന്ന് പറഞ്ഞു വലിയൊരു പ്രസംഗം കേട്ട് ജനങ്ങളെല്ലാം ഇളകി മറിഞ്ഞിട്ട് എല്ലാവരും ബ്രൂട്ടസിന് വേണ്ടി ജയ് വിളിച്ചു. അടുത്ത നിമിഷത്തിൽ മാർക്ക് ആൻ്റണി അവിടെ വന്നു. മാർക്ക് ആൻ്റണി പറഞ്ഞു തുടങ്ങിയത്, ഞാൻ ഈ ജൂലിയസ് സീസറിനെ ആദരിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്കുകൾ പറയാം. തുടക്കം കുറിഞ്ഞ ജൂലിയസ് സീസറിൻ്റെ കുറ്റം പറഞ്ഞുണ്ട്. അവസാനം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ജൂലിയസ് സീസർ എന്ത് സ്വേച്ഛാധികാരമാണ് കാണിച്ചിട്ടുള്ളത് ജനങ്ങളെ? നിങ്ങൾ പറയൂ, ഇദ്ദേഹം സ്വേച്ഛാധികാരിയായിരുന്നോ എന്ന്? ഇത്രയും വിജയങ്ങൾ കൊയ്തിട്ടും ആ കിരീടം തനിക്ക് വേണ്ട എന്ന് വെച്ച ഈ പക്ഷക്കാരനായ ജനപ്രിയനായ നേതാവിനെ ബ്രൂട്ടസ് കൊന്നത് ശരിയായോ എന്ന് പറഞ്ഞപ്പോൾ അതേ ജനങ്ങൾ തന്നെ അവിടെ വളഞ്ഞു. ആരെ വളഞ്ഞു? ബ്രൂട്ടസിനെ വളഞ്ഞു. ബ്രൂട്ടസിന് പലായനം ചെയ്യേണ്ടി വന്നു അവിടെ എന്ന് പറയുന്ന പോലൊരു ചതിയാണ്. അത് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രഭാഷണം, ആളുകളെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു പ്രഭാഷണമായിട്ടാണ് മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം ലോക ചരിത്രത്തിലെങ്ങും അറിയപ്പെടുന്നത്. അതുപോലൊരു ചതിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സണ്ണി ജോസഫ്. വിശ്വസ്ത മിത്രമായിട്ടിരുന്നു കൊണ്ട്, സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സണ്ണി ജോസഫിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നു. അദ്ദേഹത്തെ പുതിയ KPCC പ്രസിഡൻ്റാക്കാമെന്ന് വാക്കുകൊടുത്തത് ഏതോ ബിഷപ്പുമാരിൽ നിന്ന് വന്ന നിർദ്ദേശമാണ്. ഹൈക്കമാൻഡ് അത് കണ്ണുമടച്ചങ്ങ് സ്വീകരിച്ചു. ചിന്തിക്കാത്ത ഹൈക്കമാൻഡ്, ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ചിന്തിക്കാത്ത ഹൈക്കമാൻഡ് അങ്ങനെ അംഗീകരിച്ച് ഇപ്പോൾ സണ്ണി ജോസഫിനെ KPCC കസേരയ്ക്ക് എത്തിയിരിക്കുക. CK ഗോവിന്ദൻ നായരും AK ആൻ്റണിയും ഒക്കെ ഇരുന്ന കസേരയിൽ ഇപ്പോൾ സണ്ണി ജോസഫ്. വെറുതെ ആണോ മുരളീധരൻ പറഞ്ഞ ഫോട്ടോ കണ്ടാലെങ്കിലും അറിയുന്ന ഒരാളായിരിക്കണം KPCC. ഇതിപ്പോൾ എന്താ കത്തോലിക്ക സഭ അംഗമായതുകൊണ്ടാണോ? അല്ലേ, കത്തോലിക്ക സഭാംഗമാണ്. സഭാംഗം നോക്കിയാണ് നിങ്ങളിത് തീരുമാനിക്കുന്നെങ്കിൽ ഒരു മതേതര പാർട്ടിയാണ് നിങ്ങളെന്ന് പറയാൻ നിങ്ങൾ യോഗ്യരല്ല. എന്ത് മതേതരത്വം? ഭരണഘടനയിൽ എഴുതി വെച്ചുകൊണ്ട് മതേതരത്വം ഉണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ മതേതരത്വം ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ വിചാരിക്കുന്നത് BJPയിലേക്ക് ആ സമുദായത്തിലുള്ള ആൾക്കാർ ചേക്കേറുന്നത് തടയാനാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. BJP പോയവരെ അത് ചേക്കേറുന്നത് ഏതെങ്കിലും ഒരു സണ്ണി ജോസഫിൻ്റെ പേര് കണ്ടുകൊണ്ടല്ല, മുനമ്പം സമരഭൂമിയിൽ അവിടുത്തെ നിലപാടിൻ്റെ പേരിലാണ്. ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, അനീതി പരിഹരിക്കാൻ വേണ്ടി BJP നടപ്പാക്കിയ വകഭേദഗതി നിയമത്തിൻ്റെ പേരിലാണ്. അത് നിങ്ങൾക്ക് മായ്ച്ചാലും തുടച്ചാലും ഒന്നും മായുന്ന ഒരു കാര്യമല്ലെന്നുള്ളത് ദയവായിട്ട് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം നിങ്ങൾക്കുണ്ടാവണം. അതില്ല. നിങ്ങൾ അപ്പം ക്രൈസ്തവ വോട്ടുകൾ തിരിച്ചു വരത്തില്ല, അതുപോലെ തന്നെ ഉണ്ടായിരുന്ന വോട്ടും പോയി. അതായത് ഈഴവ വോട്ടുകളും ഈഴവ വോട്ടുകളല്ല ഇപ്പോൾ പോകുന്ന വിജയനാഥ്. ഈഴവ വോട്ടുകളെല്ലാം ഏറെക്കുറെ BJPക്ക് പോയി കഴിഞ്ഞു. ഇതിപ്പോൾ തീയരെന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ട ഒരു ജാതിശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രീതിശാസ്ത്രം
എന്ന് പറയുന്നത് തീയരെന്ന് പറയുന്ന ഈഴവരുമായിട്ട് ചേർന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന വിഭാഗമല്ല. ഈ ജാതി പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ നമ്മൾ വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന, ഈഴവരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അത് നമ്മൾ മനസ്സിലായി. അതാണ് SNDP യൂണിയനുകൾ വടക്കോട്ട് അധികം. പക്ഷെ വെള്ളാപ്പള്ളി സുധാകരനെ മാറ്റുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. അത് ആ ഈഴവ ബന്ധം തന്നെയാണോ അതിനകത്ത് കാണിച്ചത്? വേറൊരു കാര്യമുണ്ട്. ഈ സുധാകരൻ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുടെയും അല്ലെങ്കിൽ ബിഷപ്പുകളുടെ അരമനയിലും പോയി നിരങ്ങുന്ന സ്വഭാവമല്ല. ഈ VD സതീശനെ പോലെ ഞാൻ നിരങ്ങുന്നത് എന്ന സംസ്കാരം എനിക്കില്ലെന്ന് പറച്ചിലേ ഉള്ളൂ, ബാക്കിയേ ഉള്ളൂ. പുള്ളി രഹസ്യമായിട്ട് പോകും. പെരുന്നയിലും പോയിട്ടുണ്ട് പുള്ളി. ഈ വാചകം അടിക്കും. സുധാകരൻ അങ്ങനെ പോവില്ല, അങ്ങനെ പോകാത്ത ആളാണ്. തൻ്റെ ഇടമുള്ള കേഡർ പാർട്ടിയായിട്ട് ഇതിനെ വളർത്താൻ തൻ്റെ ഇടം പിണറായിയുടെ നേരിടാൻ കഴിവുള്ള ആൾ തന്നെ. നോക്കൂ, നമ്മുടെ സ്റ്റാച്യുവിൽ തന്നെ പോസ്റ്റർ, വലിയ പോസ്റ്റർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുന്നു, സുധാകരനെ മാറ്റരുത്, യൂത്ത് കോൺഗ്രസ് KSU എന്നായിരുന്നു. ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആവേശമായിരുന്നു. സണ്ണി ജോസഫ് എന്ത് ആവേശം ഇനി ഉണ്ടാക്കാൻ പോകുന്നു? എന്ത് കുന്തമാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്? സണ്ണി ജോസഫ് പൊതുവെ ഒരു തണുപ്പനാണ്. തണുപ്പനുമാണ്. ചുമ്മാ ഇളിച്ചോണ്ട് വർത്തമാനം പറഞ്ഞാൽ കാര്യമാവും. പ്രവർത്തിക്കണ്ടേ? എന്ത് പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്? ഒരു ബിഷപ്പ് പറഞ്ഞ ഉടനെ മാറ്റാനുള്ളതാണോ KPCC പ്രസിഡന്റ് സ്ഥാനം? അയ്യേ, നിങ്ങൾ പിന്നെ പരാജയപ്പെടുന്നതിൽ ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പരാജയം, പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം പരാജയം ഏറ്റുവാങ്ങുന്നത് പോലെ കോൺഗ്രസ് ഇപ്പോൾ സ്വന്തം പരാജയം കൈകളിലേക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. എന്ത് ഹൈക്കമാൻഡാണ്? ആരാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്? ശുദ്ധശൂന്യമായ വിവരദോഷികളുടെ ഒരു പാർട്ടിയായിട്ട് സ്വയം മാറിയാൽ പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അന്ന് ജൂലിയസ് സീസർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അത് സുധാകരൻ സണ്ണി ജോസഫിനോട് ചോദിക്കണം. ഏറ്റവും ബ്രൂട്ടസ് നീയും, ബ്രൂട്ടസേ നീയും. അപ്പം നമുക്ക് ആൻ്റണി തനിക്കാകണമെന്ന് പറഞ്ഞത് മനസ്സിലാക്കാം. കാരണം സുധാകരന് വിധേയനായിരുന്ന വ്യക്തിയല്ല അത്. പക്ഷേ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നതും ഇത്രയും ഉയർത്തിയതും കോൺഗ്രസ്സിലൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് സുധാകരൻ മാത്രം. അദ്ദേഹത്തോട് കാണിച്ച നന്ദികേടും നീതികേടും നീചപ്രവൃത്തിയുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, സുധാകരൻ, സണ്ണി ജോസഫ് വലിയ അനുനയക്കാരനാണ്, സോപ്പിടാനും ഒക്കെ മിടുക്കനാണ്, ശരി, സമ്മതിച്ചു. അയ്യോ, ഇത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന പൊള്ളയായ കാര്യങ്ങളൊക്കെ പറയും. അസത്യമാണത്. നേരത്തെ അറിഞ്ഞിരുന്നു, സുധാകരനെ ചതിക്കുകയായിരുന്നു കൂടെ. ആ ചതിയുടെ സംസ്കാരം സുധാകരനില്ല. നേരെ തോന്നിയ കാര്യങ്ങൾ തുറന്നു പറയുന്ന സ്വഭാവമാണ്. ആർജവം, കണ്ണൂരുകാരൻ്റെ ആർജവം, അതാണ് അദ്ദേഹത്തിനുള്ളത്. സണ്ണി ജോസഫിന് ആ സംസ്കാരം ഉൾക്കൊള്ളാൻ പറ്റിയത് അറിഞ്ഞുകൊണ്ടൊരു ചതിക്കുകയാണ്. സുധാകരൻ ഇരിക്കുന്ന കസേരയിലേക്ക് ഞാൻ വരില്ല എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അദ്ദേഹം സുസമൻ ഞാൻ പിന്നെ അങ്ങ് ഇരുന്ന് കളയാം, മുഷിയില്ല എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്ന നാണംകെട്ട നേതാവാണ് ഈ സണ്ണി ജോസഫ് എന്ന് ഞാൻ പറയും. ആ നാണംകെട്ട ഒരുത്തൻ ആ കസേരയിലിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് കേരളത്തിലൊരു വില ഉണ്ടാവില്ല, ആ കസേരയ്ക്കും വില ഉണ്ടാവില്ല. ഈ കസേരയുടെ വില മൂല്യം ഇനി കുറഞ്ഞു അല്ലെങ്കിൽ തന്നെ ക്രമപ്രവൃത്തമായിട്ട് അതിൻ്റെ മൂല്യം കുറഞ്ഞു വരിക. മുൻപും ഈ ക്രൈസ്തവരിൽ നിന്ന് നമുക്ക് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടില്ലേ പലരും? ക്രൈസ്തവരിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. AK ആൻ്റണി പിന്നാര. പക്ഷേ സഭയുടെ വിധേയനായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല AK ആൻ്റണി എന്ന് പറയുന്നത്. സഭയുടെ വിധേയനായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല. KM ചാണ്ടി ഉണ്ടായിരുന്നല്ലോ. KM ചാണ്ടി അതൊന്നും വർഗീയ വിഷങ്ങളായിരുന്നില്ല എന്നുള്ളതാണ്. ആ ബിഷപ്പുമാർ വരെ അപ്പോയിൻ്റ് ചെയ്തതുമല്ല. അപ്പം ഇത് പിന്നെ സഭയ്ക്ക് വിധേയനായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. സംശയം എന്താ? സംശയം അതിനപ്പുറം പോകുന്ന ഒരു സ്വഭാവമോ സുധാകരൻ്റെ നട്ടല്ലോ തൻ്റെ ഇടമല്ലോ ഇദ്ദേഹത്തിനുണ്ടോ? അതായിട്ട് തോന്നിയിട്ടുണ്ടോ? ചുമ്മാ ബബ്ബ എന്ന് വർത്തമാനം പറയുന്നതല്ല, അതിനപ്പുറം എന്താണ് ഇയാൾ? ഞാൻ കണ്ടിട്ടുള്ള സണ്ണി ജോസഫ് അങ്ങനെയാണ്. ഇനി അപ്പുറം വല്ല കഴിവുകളുണ്ടെങ്കിൽ അദ്ദേഹം KPCC പ്രസിഡൻ്റ് കസേരയിൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അദ്ദേഹത്തെ ആക്കിയാലെന്താ? ഈ പാർട്ടി അതിൻ്റെ പിന്നെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി കൂടി അടിച്ചു വെച്ചിരിക്കുക. എനിക്കെന്താ? കോൺഗ്രസ് പോയാൽ എനിക്കെന്ത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.